നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ദേശസ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? അവർ അത്രക്കാരല്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഗീത ആൽബം. മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം യുദ്ധവും സംഘർഷവും ഉണ്ടായപ്പോൾ തങ്ങളെ ചേർത്ത് പിടിച്ചത് ഇവിടുത്തെ സൈന്യമാണ്. ഇപ്രകാരം UAE സൈന്യത്തിന് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ മലയാളി കുട്ടികൾ വേറിട്ടൊരു സംഗീത ആൽബം ഒരുക്കിയത്. ന്യൂ ജനറേഷൻ കുട്ടികൾ നമുക്ക് അഭിമാനമാണ്, നാടിനും സമൂഹത്തിനും. കാണാം ഈ വീഡിയോ. UAE എന്ന രാജ്യത്തെ കാത്ത് സംരക്ഷിച്ച സൈനികരുടെ ധൈര്യം, ത്യാഗം, ആത്മസമർപ്പണം എന്നിവയ്ക്ക് നന്ദിയും ആദരവും അർപ്പിച്ചാണ് ഈ സംഗീത ആൽബം. UAEയിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കുട്ടികൾ ഇന്ത്യ എന്ന മാതൃരാജ്യത്തോടുള്ള അതേ ദേശസ്നേഹമാണ് കർമ്മഭൂമിയായ UAEക്കും സംഗീതത്തിലൂടെ സമർപ്പിച്ചത്. ഐക്യ അറേബ്യൻ നാടിന്റെ അഭിമാനമായ ഈ സൈനികരെ നമ്മുടെ മലയാളി കുട്ടികൾ UAEയുടെ ഔദ്യോഗിക ഭാഷയായ അറബിക് ഭാഷയിലൂടെ തന്നെ പാടി പുകഴ്ത്തുകയാണ്. ജുനൂദ് അൽ ഇമറാത്ത് എന്ന ഈ ആൽബം ഇതോടെ അറബ് സമൂഹത്തിന്റെയും ഇഷ്ട ഗാനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. جنودنا مثل النور في الطريق يبنون فجرا فوق الغمام يا درع الوطن يا فخر الزمن نبض الشجاع في خداكم والحب عنوان لوسامكم. ഞങ്ങൾ ആക്ച്വലി വസുധ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു മ്യൂസിക്കൽ ഗ്രൂപ്പുണ്ട്. അതായത് എൻ്റെ സ്റ്റുഡൻസ് അടങ്ങുന്ന ഗ്രൂപ്പാണിത്. അപ്പോൾ ഫെബ്രുവരി 28 തൊട്ടിട്ട് നമുക്കറിയാം കുറച്ച് അൺസർട്ടൺ ആയിട്ടുള്ള ടൈമിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആയപ്പോഴും ഞങ്ങൾ പാട്ടുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുതിയ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഈ അൺസർട്ടൺ കണ്ടീഷൻസിൽ സോൾജേഴ്സ് ഇത്രയും നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണു, നമ്മൾ വളരെയധികം ഈ കൺട്രി വളരെ സേഫായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണു പല സന്ദർഭങ്ങളിലും. അപ്പോൾ സോൾജേഴ്സിന് വേണ്ടി എന്തുകൊണ്ട് നമുക്കൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ മ്യൂസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ആശയം വന്നത്. അങ്ങനെയാണ് ജുനൂദ് അൽ ഇമാറാത്ത് എന്നുള്ളൊരു മ്യൂസിക്കൽ ആൽബത്തിൻ്റെ തുടക്കം. يا نور الليالي الله يحييكم يا رجالي الإمارات رأسنا عالي بكم يزرو هذا الغالي يا جيشنا يا فخر الأجيال فيكم نغني കാരണം ഇത് ലോക്കൽസിൻ്റെ ഇമാറാത്തീസിൻ്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ കറക്റ്റ് എസൻസിൽ അത് പോകണം, അല്ലെങ്കിൽ സോൾജേഴ്സിന് നമ്മളിത് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായ കാരണം കറക്റ്റ് മീനിങ്ങിൽ പോകണം എന്ന് തന്നെയുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സമയമെടുത്ത് റെക്കോർഡ് ചെയ്ത് നല്ല പോലെ അതിൻ്റെ വിഷ്വൽസ് ചെയ്യാനുള്ള മോഹമായപ്പോഴേക്കും പാട്ട് നന്നായി വന്നപ്പോൾ വിഷ്വൽസും നമുക്ക് ഈ ദുബായിയുടെ അല്ലെങ്കിൽ UAEയുടെ തന്നെ ലാൻഡ്മാർക്ക് സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു മോഹം വന്നു. അതായത് നമ്മുടെ UAEയുടെ എന്താ പറയുക എല്ലാ എസൻസും ഉള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഡെസേർട്ട് ആയാലും ലാൻഡ്മാർക്സ് ഉണ്ടായാലും ഡെസേർട്ട്സ് ആയാലും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തു. ഔട്ട്ഡോർ വേണം എന്നുള്ള വലിയ മോഹമായിരുന്നു ഞങ്ങൾക്ക്. തികച്ചും ഇൻഡോറിൽ ഒരു ക്വയർ സിംഗിങ് മാതിരിയിട്ടുള്ളൊരു പാറ്റേൺ വേണ്ടാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമയമെടുത്തു. മെയ്യിൽ തുടങ്ങിയ പ്രോജക്റ്റ് ഞങ്ങൾ ജൂണിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ആക്ച്വലി ജൂണിൽ എന്നിട്ട് ഒരു ട്രിബ്യൂട്ട് മാതിരി ഈ മ്യൂസിക്കൽ ആൽബം ഇറക്കി. വേൾഡ് മ്യൂസിക് ഡേയുടെ അന്നാണ് ഇത് ഇറക്കണത്. So basically ഇതൊരു പ്രോജക്റ്റ് ആണ്. ഇറ്റ്സ് എ പ്രോജക്റ്റ് ഡൺ ബൈ വസുധ ടീം.
We had done this all through Asha ma'am. She is our teacher, and one common thing about all of us, we are students of Asha ma'am. So we met through Asha ma'am. We practiced at Asha ma'am's house. Ellam avudunnu thanne cheythu. May 2nd, I'm pretty sure we started brainstorming, and then we came to Asha ma'am's house. We practiced there. We also, since it's like Arabic, we needed help from a few of our friends and everything. Yeah, and this is basically just a dedication to our soldiers. Like with our teamwork and effort and the support from Asha ma'am and our parents, we are able to produce this beautiful dedication to our dear soldiers. Basically, we all were brought up over here. We were born over here. We did our schooling here. Schooling എല്ലാം നമ്മൾ ഇവിടെ ചെയ്തത്. Our parents have jobs which are secure over here, and we are given opportunities and to stay here, which is good for all of our growth. അപ്പം we respect the UAE giving us chances like this for us, and they kept us really safe during the crisis, and nothing happened to us. We had no harm in our way. في كل سهل في كل دار لكم دواء القلب والنهار إن مر خوف فوق بابنا تمصهونا مثل الغبار. ആരാദ്യം പറയുമെന്ന ഒരൊറ്റ സിനിമാ ഗാനത്തിലൂടെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടിയ ഗായികയാണ് ആശ ജി മേനോൻ. ആശ ദുബായിൽ വർഷങ്ങളായി പ്രവാസിയാണ്. ആശയുടെ ടീം വസുധയിലെ വിദ്യാർത്ഥികളാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ആരാദ്യം പറയും ആരാദ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ ആരാദ്യം പറയും ആരാദ്യം പറയും. We salute our soldiers who protect our land. അവരുടെ കണ്ണുകൾ നമ്മളുടെ മേലിൽ എപ്പോഴും ഒരു ശക്തിയായിട്ട് തണലായിട്ടിരിക്കുന്നുണ്ട്. ഈ കൺട്രിക്കും ഈ സോൾജേഴ്സിനും വേണ്ടി ഞങ്ങളുടെ കൂടുതൽ പ്രയേഴ്സ് എന്നും വന്നുകൊണ്ടിരിക്കണു എന്നുള്ളതാണ് മീനിങ് വരണം. അപ്പോൾ വരികളിൽ തന്നെ നമുക്ക് എത്രത്തോളം അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്കുള്ള ഒരു എന്താ പറയുക ഒരു കൃതജ്ഞത കൊടുക്കാനും പറ്റും എന്നുള്ള ചിന്തിച്ചപ്പോഴാണ് അമീർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. അമീർ മുഹമ്മദ് ആണ് ഇതിൻ്റെ ലൈൻസ് എഴുതിയിരിക്കുന്നത്. ബേസ് ഇവിടെയാണ് ബേസ്. അദ്ദേഹമാണ് ലൈൻസ് എഴുതിയത്. പിന്നെ ഞങ്ങൾ കോമ്പോസിഷൻ എല്ലാം ഞാൻ ഒരു ബേസിക് ട്യൂണിന് ശേഷം എല്ലാ കുട്ടികളും കൂടി ഇരുന്നത് ഹാർമണൈസ് ചെയ്ത് അതിനെങ്ങനെ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് നോക്കി. പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഓരോ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്രൊവൈസേഷൻസ് എല്ലാം വരുത്തി അങ്ങനെ പോകെ അതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റായിട്ട് വന്നു. നമ്മുടെ കുട്ടികൾ നാടിനും വീടിനും അഭിമാനമാണ്. ഇവർ അറബിക് ഭാഷയിൽ മാത്രമല്ല മലയാളം ഉൾപ്പെടെ മറ്റു ഭാഷകളിലും പാട്ടുപാടിയ മിടുക്കന്മാരും മിടുക്കികളുമാണ്. मेरी रूह का परिंदा फड़फड़ाए लेकिन सुकून का जजीरा मिल न पाए वे की करार अंजड़ दे यार बुलिया सुन ले पुकार बुलिया तू ही तो यार बुलिया मुर्शिद मेरा तेरा मुकाम कमले सरहद के पार बुलिया परवरदिगार बुलिया हाफिज तेरा मुर्शिद मेरा. Honestly, considering this is a really nice, well brought out video, it honestly to them it felt like they were also part of it because nammal ellarum family alle friends alle, so angane when we come together it's really nice because they also feel part of the whole experience as well, and also that feeling of brotherhood, it really does exist when it comes to such videos. ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം. Then all our teachers were so proud. ഞങ്ങൾ teachers, especially our Arabic teachers, we told them and they were like so happy because we are Malayali students and ഞങ്ങളാണെങ്കിൽ we could have done it in any language, right? Yeah. But then we did it like so well, they said. It came out so good, all the pronunciations and the videography, everything was so great and they were just so proud of us and the whole country at that moment. സ്നേഹ കോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൻവെയിൽ കാതൽ ഇരുണ്ട
ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ പാട്ടുണ്ടാക്കാനും ഈ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കാനും നമ്മുടെ ലൈക്ക് ഈ ഒരു യങ്ങർ ജനറേഷൻ്റെ അമംഗ് ദ യങ്ങർ ജനറേഷൻ വി വാണ്ട് ടു സ്പ്രെഡ് മോർ അവയർനെസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ ക്രൈസിസ് ഇതിൻ്റെ ഇടയിലൊക്കെ സോൾജേഴ്സും റൂളേഴ്സും നമ്മൾ ഇത്ര സേഫായി കീപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു സോങ്ങിൻ്റെ ത്രൂ ആകുമ്പോൾ കുറച്ചുകൂടി യങ്ങർ ജനറേഷൻ അപ്പീലിംഗ് ആവും. സ്വരരാഗമാം മയൂരമേ ആയിരം വരവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധ്യയിൽ നിന്റെ തിരുനടയിൽ നറുനീത്തിരി കതിരാ ആരും അറിയാതെ എന്നും വീണിരിഞ്ഞിടാ. ഒരു നാടിനോടുള്ള വിശ്വാസവും ഐക്യവും പ്രതിബദ്ധതയുമാണ് ഈ സംഗീതത്തിലൂടെ സമർപ്പിച്ചത്. ഇനിയെങ്കിലും പുതിയ ജനറേഷൻ നമ്മൾ കളിയാക്കരുത്. ഇവരും നമുക്ക് അഭിമാനമാണ്.